ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് അമേരിക്കൻ ചോപ്പ് സൂയി ആണ് കേട്ടോ. ഈ ഒരു അമേരിക്കൻ ചോപ്പ് സൂയി കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാഷി കുറച്ചായിട്ട് പറയുന്നതാണ്. ഓക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. മാഷി എന്ന് പറയുന്നത് ഡോക്ടർ മാഷിയാണ്. ഡോക്ടർ മാഷി എൻ്റെ അസ്ലങ്കാൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ, ലത്തീഫ് ഖാൻ്റെ മോളാണ്. അപ്പോൾ ഓക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചോപ്പ് സൂയിനെ പറ്റിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ചോപ്പ് സൂയി എന്ന് പറഞ്ഞാൽ അമേരിക്ക മാത്രമല്ല എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. യൂറോപ്പ് ഭാഗത്തേക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഡിഷാണ് ഈ ഒരു ചോപ്പ് സൂയി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈനക്കാർക്കുണ്ട്, അതുപോലെ തന്നെ ഇന്തോനേഷ്യ, ഫിലിപ്പിനോ, തായ്ലൻഡ് ഇവിടെയൊക്കെ ഉള്ള അവരൊക്കെ മെയിൻ സാധനം തന്നെയാണ് ഈ ഒരു ചോപ്പ് സൂയി എന്ന് പറയുന്നത്. അപ്പോൾ ചൈന ഇങ്ങനത്തെ ഇന്തോനേഷ്യ, ഫിലിപ്പിനോ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നൂഡിൽസിൻ്റെ കൂടെ റൈസും വെച്ചിട്ട് അവർ സെർവ് ചെയ്യും കേട്ടോ. അപ്പോൾ റൈസിൻ്റെ കൂടെയും സെയിം സാധനം ചെയ്യും. റെസിപ്പിയൊക്കെ സെയിം തന്നെയാണ്, റൈസും കൂടെ കൂട്ടുന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ചോപ്പ് സൂയിൻ്റെ റെസിപ്പി സെയിം ആണ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് അമേരിക്കൻ ചോപ്പ് സൂയിൻ്റെ ശരിക്കുള്ള ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇതിനൊരു സ്പെഷ്യൽ സോസും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന നൂഡിൽസിനും ഒരു പ്രത്യേകത ഉണ്ട്. ഏത് തരം നൂഡിൽസ് ആണ് എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പെട്ടെന്ന് തന്നെ പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ചെറിയ പീസാക്കി മുറിച്ചത്. ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തത്. ഏത് പീസായാലും പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടിയ കുറച്ച് കുരുമുളകാണ്. ഉപ്പും കുരുമുളകും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടിയ കുറച്ച് സോയാ സോസാണ്. ഒരു ടീസ്പൂണൊക്കെ മതി. 1/4 കിലോ അല്ലേ ചിക്കനുള്ളൂ, അപ്പോൾ കുറച്ച് മതി. പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവർ ഒന്നും കൂടി പോകണ്ട, ചെറുതായിട്ടൊരു കോട്ടിക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇതൊക്കെ ഈമേൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരണം. വേറെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ഇങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ വെക്കൊന്നും വേണ്ട, ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഞാനൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാന്, വലിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ വെച്ച് കൊടുക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇത്രയും ചെറുതാക്കി മുറിച്ചതുകൊണ്ട് തന്നെ ഈ ചിക്കൻ അധികം വേവില്ല. 2 മിനിറ്റ് ഒരു സൈഡ്, 2 മിനിറ്റ് തിരിച്ചിട്ടിട്ടും വേവിക്കുക. അത്രേ ഇതിന് വേവുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് പരത്തി ഒന്ന് എന്താ പറയുക പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്താൽ തന്നെ അതങ്ങ് പെട്ടെന്ന് വേവും. 2 മിനിറ്റ് മതി. അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൻ്റെ കളർ കണ്ടില്ലേ, ഈ ഒരു വൈറ്റ് കളർ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ഇത് വെന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം 2 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കന് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുറിച്ചിട്ടൊന്ന് കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. ആകെ 4 മിനിറ്റ് ആവശ്യം വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇതിനെ കൊണ്ടൊന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കിയതാണ് കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. അതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അതായത് ഞാനിവിടെ മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം പാൻ തന്നെ ഒന്നും കൂടെ അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇല്ലേ, അത് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചതാണിത്. അതിൽ 1 ടേബിൾ സ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അവിടെ മാറ്റി വെക്കുക. അപ്പോൾ ആ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇടേണ്ട ശരിക്കുള്ള ഒറിജിനൽ റെസിപ്പിയിൽ വൈറ്റ് കളറുള്ള ഒനിയനാണ് ചേർക്കുക. കുറച്ച് എക്സ്പെൻസീവ് ആണ് വൈറ്റ് ഒനിയൻ എന്ന് പറയുന്നത്. പിന്നെ അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വേറെ ആവശ്യത്തിനൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഒനിയനാണ്. അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗമാണ് ഇടുന്നത്. രണ്ടിനും സെയിം ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ. പിന്നെ ഗ്രീൻ അവിടെ മാറ്റി വെക്കുക. അതിൻ്റെ വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ആ വൈറ്റ് ഒനിയനും അതേപോലെ തന്നെ ഈ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റിനും ഏകദേശം സെയിം ടേസ്റ്റാണ്, കുഴപ്പമൊന്നും വരില്ല, സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വൈറ്റ് ഒനിയൻ കിട്ടുകയാണെങ്കിൽ അതന്നെ ഇട്ടോ കേട്ടോ. പിന്നെ വേണ്ടത് 1 കപ്പ് ഞാനിവിടെ ക്യാരറ്റ് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ നീളത്തിൽ തന്നെ മുറിക്കണം എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കുക. മുറിക്കുമ്പോൾ എല്ലാ പച്ചക്കറിയും ഒരേ ഷേപ്പിൽ തന്നെ മുറിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നേരം, തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, 1 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് 1 കപ്പ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ക്യാപ്സിക്കം ഇട്ടിട്ട് ഇതേപോലെ തന്നെ 1 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് ടൈം കൂടി പോകാൻ പാടില്ല, അതൊന്നും വേവാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതാ 1 മിനിറ്റ് അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1.5 കപ്പ് കാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്. കാബേജിൻ്റെ അളവ് കൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇത് ചൂടായി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ചുരുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് അതൊരിത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഓരോ കപ്പ് മറ്റേത് എടുത്തപ്പോൾ 1.5 കപ്പ് കാബേജാണ് എടുത്തത്. നല്ല ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം ഇതേപോലെ തന്നെ ഇതും കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ കാബേജ് അങ്ങ് ചുരുങ്ങും. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കണില്ല. ഉപ്പിന് പകരം ഞാനൊരു ഹാഫ് പീസ് ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മാഗി ക്യൂബില്ല, അതാണ് അതിൻ്റെ ഒരു ഹാഫാണ് എടുത്തത് കേട്ടോ. ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഹാഫ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേറെ സാധനത്തിൽ ഇടാനുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേറൊരു എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. ഇതിൽ ഉപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ ചിക്കൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇനി വരികയും ചെയ്യും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിലെല്ലായിടത്തും അങ്ങ് ആവുന്ന രീതിയിൽ അതാണ് ഞാൻ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മളെ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ.
ഇനിയിപ്പോൾ ചൂട് ഈ ഒരു ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ തീ ഓഫ് ആക്കിയതിന് ശേഷം ഒരു കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം ഉണ്ടല്ലോ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇടുമ്പോൾ തീ വേണ്ട കേട്ടോ. ആ ചൂട് തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത്ര ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ തീ ഓൺ ആക്കണ്ട. അപ്പോൾ നമ്മൾ ഗ്രീൻ ഒനിയനും ഇട്ടതിന് ശേഷം റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ചോപ്പ് സൂയിക്ക് വേണ്ടിയിട്ടുള്ള നൂഡിൽസ്. ഞാൻ പറഞ്ഞല്ലോ ഏതാണ് നൂഡിൽസ് എന്നുള്ളത്. ഇതിപ്പോൾ ചോപ്പ് സൂയി ചൈനീസിൻ്റെ ചോപ്പ് സൂയി ഉണ്ടാക്കുന്ന അവരെ നൂഡിൽസാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഇങ്ങനെ കാണിക്കും. ചോപ്പ് സൂയിൻ്റെ പിക്ചർ ഇമെയിൽ ഉണ്ടാവും അവർ സെറ്റ് ചെയ്തതിൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ എഗ്ഗ് വെച്ചിട്ടുള്ള നൂഡിൽസാണിത്. എഗ്ഗും വീറ്റും ആണിത് കേട്ടോ. വീറ്റും എഗ്ഗും. ഇതിലിപ്പോൾ എഗ്ഗ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മഞ്ഞ കളറിൽ. ഇത് ഓൾറെഡി വെന്ത് കഴിഞ്ഞതാണ് കേട്ടോ. അത് അധികം വേവിക്കാനൊന്നുമില്ല. ഈ ചോപ്പ് സൂയിൻ്റെ നൂഡിൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൂടുവെള്ളത്തിലിട്ടാൽ അപ്പം തന്നെ അത് വെന്ത് കിട്ടും. ഇൻസ്റ്റൻ്റ് ആണ്. പെട്ടെന്ന് കോരിയെടുക്കുക. അതേപോലെ തന്നെ എഗ്ഗ് ഇല്ലാത്ത ഫിലിപ്പിനോൻ്റെ ചോപ്പ് സൂയിൻ്റെ നൂഡിൽസാണ് ഇത്. ഇത് ഫിലിപ്പിനോ ആണ്. ഫിലിപ്പിനോൻ്റെ ഇതും ഇതേപോലെ തന്നെ പിക്ചർ കണ്ടില്ല. ചോപ്പ് സൂയിൻ്റെ പിക്ചർ ഉണ്ടാവും. ഇതിൽ എഗ്ഗില്ല. ഇത് വീറ്റ് മാത്രമാണ്. ഇതും ഇതേപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ തിളച്ച വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കോരിയെടുക്കുക. ഇൻസ്റ്റൻ്റ് ആണ്. അധികം വേവില്ല. ഇങ്ങനെയാണ് ചോപ്പ് സൂയിൻ്റെ നൂഡിൽസ് ഉണ്ടാവുക. ഇതുപോലത്തെ ഒന്നുകിൽ ഈ എഗ്ഗ് നൂഡിൽസ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഈ നൂഡിൽസ് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ചോപ്പ് സൂയി ഉണ്ടാക്കുക കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഹക്ക നൂഡിൽസ് കണ്ട് വാങ്ങിക്കാൻ കിട്ടും. ഹക്ക നൂഡിൽസ് എടുത്താലും മതി. അപ്പോൾ ഞാനൊരു ചെമ്പിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അധികം വേണ്ട, കാരണം ഓൾറെഡി നൂഡിൽസിൽ ഉപ്പുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നൊട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു എഗ് നൂഡിൽസ് കാണുമ്പോൾ കുറേ പോലെ ഉള്ളതുണ്ടാവും. പക്ഷേ അതിലിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ തീരെ ഇല്ല. ഈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരെണ്ണാക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി അത് ഉണ്ടാവുള്ളൂ കേട്ടോ. അത്രേ ഇതുള്ളൂ. അപ്പോൾ വെള്ളത്തിലിടുമ്പോൾ തന്നെ അതങ്ങ് കുഴഞ്ഞു പോകും. ഇതിപ്പോൾ കണ്ടില്ല. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ മതി. അത്ര ഇത് ആവശ്യമുള്ളൂ. തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അത്രേ ആവശ്യമുള്ളൂ. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ഇൻസ്റ്റൻ്റ് ആണ്. പെട്ടെന്നാവും. ഇനിയിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓട്ടപാത്രത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് കോരിയെടുക്കുകയാണ്. അപ്പോൾ ഈ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും കേട്ടോ. ചെറുതായിട്ട് വെള്ളത്തിൽ നിങ്ങൾ ഉപ്പിടാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് കോരി വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടില്ലേ, ഇതിപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചൂടോട് കൂടി തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ആ ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം കേട്ടോ. ആ ചൂടോട് കൂടി തന്നെ വെള്ളമൊക്കെ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മതി, അധികമൊന്നും വേണ്ട. എന്നിട്ട് ഇത് ചൂടോട് കൂടി തന്നെ ഈ ഒരു കോൺഫ്ലവർ ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. അധികമൊന്നും കോൺഫ്ലവർ ഇടണ്ട കേട്ടോ. ഇത്ര തന്നെ മതി. അപ്പോൾ ഇതിപ്പോൾ ഒരു 1/2 കിലോൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ രണ്ടാൾക്ക് കഴിക്കാനേ അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ചൂടോട് കൂടി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ടൊരു കോട്ടിങ്. ഇനിയിപ്പോൾ ഞാൻ ഉരുളിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഫ്രൈ പാനിൽ ചെയ്താലും മതി കേട്ടോ. പരന്ന പാത്രമായിരിക്കണം എന്നേ ഉള്ളൂ. ഫ്രൈ പാനിൽ വെച്ച് കൊടുത്താലും മതി. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ ചോപ്പ് സൂയി സെറ്റ് ചെയ്യണത് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ഈ നൂഡിൽസ് ഇട്ട് കൊടുത്താൽ അങ്ങനെ തന്നെയാണ് ഇത് വരിക. അപ്പോൾ ഞാൻ റൗണ്ടായിട്ടാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. റൗണ്ട് പാത്രത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു റൗണ്ട് ആ വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡിലേക്കൊക്കെ പോയതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൗണ്ടായിട്ട് ഇത് വരും. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് ഇതിന് പൊരിഞ്ഞ് വരിക. പിന്നെ ഈ എണ്ണ കുടിക്കുക എന്നൊക്കെയുള്ള സംശയം ഉണ്ടെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും ഈ നൂഡിൽസ് കുടിക്കൂല കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പടിഭാഗം ഒന്ന് ക്രിസ്പി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇപ്പുറത്തെ ഭാഗം ഒന്ന് ക്രിസ്പി ആയാൽ നമുക്ക് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ്. സാധാരണ നൂഡിൽസ് കഴിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇത് വേറെ ഒരു ഫ്ലേവറാണ്. അപ്പോൾ അതായത് രണ്ട് ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിന് കോരി മാറ്റുക. നന്നായിട്ട് അതിൽ ഉള്ള എണ്ണ ഒന്ന് വാർത്തിയെടുത്തതിന് ശേഷം കോരി മാറ്റുക. അപ്പോൾ ആ എണ്ണ കണ്ടില്ല, അത് ഒരു തുള്ളി പോലും വേസ്റ്റ് ആവുക അല്ലെങ്കിൽ എണ്ണ കുടിക്കുകയൊന്നും ചെയ്യൂല. എണ്ണയിൽ പൊരിച്ചതാണെന്നുള്ളൊരു ഫീല് പോലും വരില്ല കേട്ടോ. അങ്ങനെയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അത് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഒരു 2-3 ട്രിപ്പായിട്ട് ഇത് നമുക്ക് പൊരിക്കാനുണ്ടാവും. അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാനിപ്പോൾ അതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു വട്ടത്തിൽ തന്നെയാണ് ഞാനിപ്പോൾ രണ്ടാമത്തും ചെയ്യുന്നത് കേട്ടോ. എല്ലാം ഞാനിങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അതിലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ മൊത്തത്തിൽ ചെയ്യാം. അപ്പോൾ അതാ ഞാനിപ്പോൾ 4 എണ്ണമായിട്ടാണ് ഇങ്ങനെ പൊരിച്ചെടുത്തത്. റൗണ്ടായിട്ട് 4 എണ്ണം ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എണ്ണ നോക്കുക, എണ്ണ ഞാൻ വേറെ ഒഴിച്ചതോ ഒന്നും അല്ല, നേരത്തെ കാണിച്ച ആ എണ്ണ തന്നെയാണ്. കണ്ടില്ലേ, ഒരു തുള്ളി പോലെ ഇതിൽ കുറയൂല. ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയിട്ടുള്ള ആ ഒരു പാൻ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നമുക്ക് ആവശ്യമുള്ളൂ. ഒരു ടേബിൾ സ്പൂൺ നേരത്തെ ഇട്ട് ബാക്കി ഒരു ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് കെച്ചപ്പാണ് വേണ്ടിയത്. ഒരു 1/2 കപ്പ് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് ഇട്ടത്. അത് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ അളന്നെടുക്കുകയാണെങ്കിൽ അളന്നെടുത്തോ. ഞാനിപ്പോൾ ഒരു സുമാർ വെച്ചിട്ട് ഒരു 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ കെച്ചപ്പും ഈ ഒരു വെളുത്തുള്ളിയും ഓയിലും കിടന്നിട്ട് അതിൻ്റെ ഒരു പച്ചച്ചായ മാറുന്ന വരെ ഒരു മിനിറ്റ് നേരം അതൊന്ന് വഴറ്റിയെടുക്കുക. തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനിയിപ്പോൾ ഹോട്ട് സോസാണ് വേണ്ടത്, ചില്ലി സോസ്, എരിവുള്ള സോസാണ് കേട്ടത്. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ എടുക്കുക. ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസും ചില്ലി സോസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ച സോസ് എന്ന് പറയുന്നത് ചില്ലി ഗാർലിക് സോസാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാടി. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ ഒരു എല്ലാത്തിൻ്റെ ഒരു പച്ചച്ചോയ ഉണ്ടാവും, അതൊന്ന് മാറി വരണം. നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 10 സെക്കൻഡോളം ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇത് കുറുക്കി വരികയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട അരയല്ലേ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് നേരത്തെ അതിലിട്ടത്. ഇനിയിപ്പം ബാക്കി അര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അര നമ്മൾ വെജിറ്റബിൾസിലിട്ട് ഇനിയിപ്പോൾ അര ഈ സോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് ചേർക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ വേവിച്ച വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നിർബന്ധമാണ്. എല്ലാ സോസിൻ്റെയും ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. അപ്പോൾ ചിക്കൻ വേവിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ ചിക്കനിൽ ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ച വെള്ളമായിരിക്കണേ, വേറെ കളറൊന്നും പാടില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്, തിളച്ച വെള്ളമായിരിക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു അരക്കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. ആദ്യം ഞാനിപ്പോൾ അരക്കപ്പാണ് ഒഴിച്ചത്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഞാനൊരു അരക്കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തം 1 കപ്പായിട്ട് ഞാൻ ഒഴിച്ചത്. ആ 1 കപ്പ് ഒഴിച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക, നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയതാണ് കേട്ടോ. കോൺഫ്ലവറിൻ്റെ അളവ് കൂടാൻ പാടില്ല, കാരണം അത് കട്ടിയായി പോകാൻ പാടില്ല. ചെറുതായിട്ടൊരു കൊഴുപ്പേ വരാൻ പാടുള്ളൂ. അതാണ് 1 ടീസ്പൂൺ കോൺഫ്ലവറേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണത്. അതൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര നൂഡിൽസാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നൂഡിൽസ് ഞാൻ നോക്കിയപ്പോൾ കുറവല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനും അതും ഞാൻ പകുതിയാണ് ഇടുന്നത്, പകുതി ഇട്ട് കൊടുക്കുക. ബാക്കി അവിടെ വെക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസും ചിക്കനും പെട്ടെന്ന് തന്നെ ഈ സോസ് അബ്സോർബ് ചെയ്യും കേട്ടോ. പെട്ടെന്ന് ഇത് ഇളക്കുന്ന സമയത്ത് തിളയ്ക്കുന്ന സമയത്ത് ഇതങ്ങ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് സോസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മാറ്റി പിന്നെയും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നോക്കുക സോസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ സോസ് ഇല്ല കണ്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 അരക്കപ്പും കൂടെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അരക്കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം വേണം, എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക കണ്ടോ. ഈ ഒരു പാകത്തിൽ വേണം കേട്ടോ. ചെറുതായിട്ടൊരു കൊഴുപ്പും വേണം, എന്നാൽ ഈ ഒരു വെള്ളം പോലെ ഉണ്ടാവുകയും വേണം. അപ്പോൾ അതായത് ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രയും സോസ് ഇതിൽ വേണം കേട്ടോ. ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് കാണിച്ചറിയാം ഇതിൻ്റെ കൊഴുപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ സോസിൻ്റെ കട്ടി കേട്ടോ. അപ്പോൾ ഇത്രയും ഉണ്ടാവണം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യുക. നമ്മളെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചോപ്സൂയിൻ്റെ നമ്മളെ സോസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണ്ടത് വേറെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബുൾസൈ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബുൾസൈ ഇതിന് നിർബന്ധമാണ്. ഇത് സെർവ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ തന്നെ വേണം കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൂടി വെച്ചിട്ട് വേവിക്കണം. ഇതിൻ്റെ ആ ഒരു മുട്ടൻ്റെ മേലെ, ആ ഉണ്ണിൻ്റെ മേലെ ചെറുതായിട്ടൊരു വൈറ്റ് കളറിൽ പാട വരണം. അപ്പോൾ അത് കണ്ടോ, ഈ ചെറുതായിട്ടൊരു മുട്ടൻ്റെ മേലെ വെള്ള പാട വന്ന് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇത് സെറ്റ് ചെയ്യണത് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഇത് ചോപ്സൂയി സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പരന്ന പാത്രത്തിലാണ് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ, ഈ പാത്രത്തിലാണ് ഞാനിപ്പോൾ ചോപ്സൂയി സെറ്റ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള പാത്രത്തിൽ സെറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് നൂഡിൽസ് പൊരിച്ചെടുത്തത്, ഇതിൻ്റെ വലുപ്പത്തിൽ. അപ്പോൾ 2 വെച്ചിട്ടാണ് ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം 3 അതിൽ കൂടുതലൊന്നും കഴിക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ. ശരിക്കും നല്ലോണം കഴിക്കുന്ന ആളാണെങ്കിൽ 2 ക്വാണ്ടിറ്റി അതുള്ളൂ. അപ്പോൾ 2 വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്ത് കാണിച്ചു തരുന്നത്. 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ, ചിക്കനും വെജിറ്റബിൾസും സോസും എല്ലാം കൂടിയുള്ള, അത് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളം വേണം, എന്നാലാണ് അടിയിലേക്ക് ഈ നൂഡിൽസ് പെട്ടെന്ന് തന്നെ ഈ വെള്ളം വലിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ടാണ് വെള്ളം നല്ലോണം വേണമെന്ന് പറയുന്നത്. പിന്നെ ഈ പൊരിച്ച ഈ ഒരു ഇതുണ്ടല്ലോ, നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഈ വെള്ളം ഒഴിക്കുന്നതോടുകൂടി അപ്പോൾ തന്നെ അത് സോഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ അത് ക്രിസ്പി ആയിട്ട് നിൽക്കില്ല. കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും, എന്നാൽ നല്ല സോഫ്റ്റും ആയിരിക്കും. നിങ്ങൾ പൊരിച്ചതുകൊണ്ട് വിചാരിക്കേണ്ടത് തിന്നാൽ കുറച്ച് പണിയായിരിക്കൂലേ, ഇതിങ്ങനെ ഒരു ക്രിസ്പി ആയിട്ടല്ല ഉണ്ടാവുക എന്നുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും, എന്നാലൊരു ആ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മേലെ നമ്മൾ ഈ മുട്ട വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് ചോപ്സൂയി സെർവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഈ മുട്ടയും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇനി ഈ ഗ്രീൻ ഓനിയൻ്റെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഭാഗം ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടേനു, അതിൻ്റെ സൈഡിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ കടിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അത് നിർബന്ധമുള്ളത് തന്നെയാണ്. അപ്പോൾ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുട്ടൻ്റെ മേലെ ഞാൻ കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ അടിപൊളി അമേരിക്കൻ ചോപ്പ് സൂയി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ചോപ്പ് സൂയി ഉണ്ടാവുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന്. അതുപോലെ ഈ ഒരു നൂഡിൽസ് നമ്മൾ സാധാരണ ഒരു സ്പെഗറ്റിയോ നൂഡിൽസോ കഴിക്കുന്ന ടേസ്റ്റേ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫ്രൈ ചെയ്തിട്ടുള്ള നൂഡിൽസാണ്. അതുപോലെ തന്നെ അതിൻ്റെ സോസും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ മുട്ടയൊക്കെ കൂട്ടി കഴിക്കുന്ന സമയത്ത് തന്നെ അടിപൊളിയാണ്. അപ്പോൾ മാഷി മോൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും, മാഷിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.